രസസ് ക്രിയേറ്റീവിലേക്ക് സ്വാഗതം. ഇത് ഒരു മാലയാണ്. നാച്ചുറൽ ഫ്ലവർ വെച്ച് കമ്പിളി നൂലിൽ കെട്ടിയിട്ടുള്ള മാലയാണ്. 5 ലെയർ തുളസിപ്പൂ, പിന്നെ 5 ലെയർ ചെണ്ടുമല്ലി അങ്ങനെ വെച്ചാണ് കെട്ടിയിട്ടുള്ളത്. ചെണ്ടുമല്ലി മഞ്ഞ കളറാണ് കൂടുതൽ ഉപയോഗിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് കളർ കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഓറഞ്ച് കളറാണ് കൂടുതൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മഞ്ഞ കളർ കുറച്ച് ഉപയോഗിച്ചാൽ മതി. പിന്നെ ഇത് ചെറിയ ചെണ്ടുമല്ലി ഉപയോഗിച്ചാണ് ഞാൻ മാല ചെയ്തിട്ടുള്ളത്. വലിയ ചെണ്ടുമല്ലിയുടെ ചെണ്ടുമല്ലി 2 ആക്കി എടുക്കണം. പിന്നെ ചെണ്ടുമല്ലി വലിയ ഫ്ലവറാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തുളസിപ്പൂ ഇവിടെ 2 ലെയർ ഇവിടെ ഓരോ റോയിലും നമ്മൾ 2 തുളസിപ്പൂ വീതമാണ് കെട്ടിയിട്ടുള്ളത്. 2 തുളസിപ്പൂവിന് പകരം വലിയ ചെണ്ടുമല്ലിയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ 2 തുളസിപ്പൂവിന് പകരം 4 6 തുളസിപ്പൂ വെച്ച് കെട്ടണം. എങ്കിൽ മാത്രമേ മാലയ്ക്ക് തിക്നെസ് ഉണ്ടാവുള്ളൂ. അങ്ങനെ നാച്ചുറൽ ഫ്ലവറിൽ നമ്മൾ കെട്ടിയെടുത്തിട്ടുള്ള ഒരു മാലയാണ് ഇത്. നല്ല ഉറപ്പൊക്കെ ഉണ്ടാവും. യെല്ലോ കളറുള്ള ത്രെഡിൽ വെച്ച് തന്നെ കെട്ടിയെടുക്കണം. തുളസിപ്പൂവിന് പകരം 5 6 ലെയർ മാത്രമേ തുളസിപ്പൂ ഉപയോഗിക്കാൻ പാടുള്ളൂ. തുളസിപ്പൂവിന് പകരം നമുക്ക് ഈ കൃഷ്ണ തുളസിയാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. കൃഷ്ണ തുളസിക്ക് പകരം നമുക്ക് കർപ്പൂര തുളസി ഉപയോഗിക്കാം, അല്ലെങ്കിൽ രാമതുളസി ഉപയോഗിച്ചും കെട്ടാം. അടിയിൽ നമ്മളിവിടെ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാലയുടെ അടിയിൽ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തൂക്കിയിടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഉണ്ടാവും മാല. നല്ല ഉറപ്പ് തന്നെയാണ് കേട്ടോ കമ്പിളി നൂലിൽ കെട്ടിക്കഴിഞ്ഞാൽ. നേരത്തെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവർ മാല ചെയ്തത് കമ്പിളി നൂലിലേക്ക് ത്രെഡ് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. ഇവിടെ ഡയറക്റ്റായിട്ട് കമ്പിളി നൂലിൽ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മഞ്ഞ കമ്പിളി നൂല് തന്നെ യൂസ് ചെയ്യണം ഇതുപോലെ മാല കെട്ടാൻ.